PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് ഘട്ടത്തിൽ 10th പ്രിലിമിനറി പരീക്ഷയിലെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നാണ് PSC കണ്ടെത്തി ചോദിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന 2, 3, 4 ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് റിസോഴ്സ് കളക്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയതിനെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 10th പ്രിലിമിനറിയിൽ 1ാം ഘട്ടത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നാണെന്നുള്ള സോഴ്സിൻ്റെ തെളിവ് സഹിതമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് 10th പ്രിലിംസിൻ്റെ 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്രാഷ് കോഴ്സ് വീഡിയോസ് എല്ലാ ദിവസവും ഡെയിലി ടൈം ടേബിൾ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്തിട്ടുള്ളവർക്കറിയാം. നമ്മൾ കുറച്ച് SCRT ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങളുടെ സിലബസിൽ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് SCRT ടെക്സ്റ്റ് ബുക്ക് എന്താണ് ഈ ഒരു 10th പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുമെന്ന് പറഞ്ഞു. അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് ഏതൊക്കെയാണെന്ന് വീഡിയോ സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞതിൽ കുറച്ച് ചാപ്റ്റേഴ്സിന് എടുത്തു പറഞ്ഞിരുന്നു, ഇത് വേറെ എന്തൊക്കെ പഠിച്ചിട്ട് പോയില്ലെങ്കിൽ അത് പഠിച്ചിട്ട് പോകണമെന്ന്. ആ ചാപ്റ്റേഴ്സ് നമുക്ക് എന്തോരം ചോദ്യങ്ങളാണ് ചോദിച്ചതെന്ന് അറിയാമോ. ആ ഒരു 1-2 ചാപ്റ്റർ കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചവർക്ക് ഒത്തിരി ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. 1-2 ചാപ്റ്റേഴ്സൊക്കെ ഒത്തിരി റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി പഠിക്കാനായിട്ട് 10th പ്രിലിംസിന് വേണ്ടി പഠിക്കാനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് കുട്ടികൾക്ക് കൊടുത്തിരുന്നു. നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ 10th പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഞാനത് ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ചോദിച്ച ചോദ്യങ്ങളുടെ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളൊക്കെ എവിടെ നിന്നാണെന്ന്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. 10th പ്രിലിംസിന് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആർക്കെങ്കിലും 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് 25 മോഡൽ എക്സാം തിരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യപേപ്പറുകൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ OMR ഷീറ്റ് പ്രാക്ടീസ് അടക്കം വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മറക്കല്ല കേട്ടോ. HSI സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും HSI സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ 10th പ്രിലിംസിൻ്റെ നമുക്ക് എവിടെ നിന്നാണ് ചോദ്യങ്ങളുടെ സോഴ്സ് വന്നേക്കുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം. അതിൽ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജിലൊരു ചോദ്യമായിരുന്നു, കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കേരള നവോത്ഥാനത്തിന് വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആരാണ് ആ സാമൂഹ്യ പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരുവാണല്ലേ. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എവിടെ നിന്നാണ് PSC ഈ ചോദ്യം തപ്പി കണ്ടുപിടിച്ചിട്ടുള്ളത്? കാണിച്ചു തരാം കേട്ടോ. ഈ കിടക്കുന്നു നവകേരള സൃഷ്ടിക്കായി, 7ാം ക്ലാസ്സിലെ നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് PSC ഒരു ചോദ്യം തപ്പിപ്പിടിച്ച് കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, ഇവിടെ പറയുന്നുണ്ട്, ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്രപ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ ശ്രീനാരായണഗുരു നടത്തിയ ക്ഷേത്രപ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ. അപ്പോൾ അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ ആര് നടത്തിയതാണ്? ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടതാണ്? ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ്. നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു. ശ്രീനാരായണ ഗുരു നടത്തിയ പ്രതിഷ്ഠകൾ എന്താണ്? അരുവിപ്പുറം പ്രതിഷ്ഠ എന്നിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോദ്യം എടുത്തേക്കുന്നത് PSC 7ാം ക്ലാസ്സിലെ നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. കണ്ടോ ചോദ്യം നോക്കിക്കേ നിങ്ങൾ. കേരള നവോത്ഥാനത്തിന് വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? ശ്രീനാരായണ ഗുരു. അപ്പോൾ 2, 3, 4 ക്ലാസ്സിൽ ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതാൻ പോകുന്നത് ശ്രദ്ധിച്ചല്ലോ. നവകേരള സൃഷ്ടിക്കായി എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. SCRT ചാപ്റ്റർ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്, ചോദ്യം ഉണ്ടാകും. അടുത്ത ചോദ്യം നോക്കാം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ആരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ആ ചോദ്യവും PSC കണ്ടെത്തിയിട്ടുള്ളത് എവിടെ നിന്നാണ്? SCRT സോഷ്യൽ സയൻസിലെ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിട്ടുള്ള നവകേരള സൃഷ്ടിക്കായി നിന്നാണ് ആ ചോദ്യം PSC കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മലബാറിലെ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പ്രമുഖനായിരുന്നു വാഗ്ഭടാനന്ദൻ. ഏകദൈവ വിശ്വാസം ഉറത്തിവെച്ച് വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്ക് ജനങ്ങളെ ബോധവൽക്കരിയും ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ആരുടെ സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം? വാഗ്ഭടാനന്ദൻ. കണ്ടോ, ആത്മവിദ്യാ സംഘ സ്ഥാപകൻ ആര്? വാഗ്ഭടാനന്ദൻ. ഇവിടെ കൊടുത്തേക്ക് നോക്കി SCRT ഫാക്റ്റായിട്ട് നോക്കിക്കേ നിങ്ങൾ. വാഗ്ഭടാനന്ദൻ എന്ത് ചെയ്തിരുന്നു? ജനങ്ങൾക്ക് ബോധവൽക്കരണത്തിനായി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു. അപ്പോൾ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച ആരാ? വാഗ്ഭടാനന്ദൻ. നവകേരള സൃഷ്ടിക്കായിലെ 7ാമത്തെ ചാപ്റ്ററിൽ കിടക്കുന്ന ചോദ്യമാണിത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, യോഗക്ഷേമ സഭ രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ആരെന്ന്. 1ാം ഘട്ട ചോദ്യമാണ്. യോഗക്ഷേമ സഭ രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? ആരാ?
VT ഭട്ടതിരിപ്പാടാണ്. ഉത്തരമേതാ? VT ഭട്ടതിരിപ്പാട്. ദേ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ കിടക്കുന്ന ഉത്തരം കണ്ടോ ഓരോരുത്തരുടെ. വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ, കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കുള്ള പോരാടി, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു, അയ്യങ്കാളി, സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാസംഘം. കണ്ടോ? സഹോദരൻ അയ്യപ്പൻ, സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് KP കറുപ്പൻ, അരയ സമാജം, മന്നത്തു പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി, VT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ. എന്താ? യോഗക്ഷേമ സഭ. വാഗ്ഭടാനന്ദൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഏതാ? ആത്മവിദ്യാസംഘം. 2 മറ്റതിലുമുണ്ട്. അതുപോലെ നവകേരള സൃഷ്ടിക്കായിലുണ്ട് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. അതുകൂടാതെ എന്തിനുമുണ്ട്? കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന SCRT 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിലും ഈ ഒരു ചോദ്യം പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിള് വരും ഘട്ടങ്ങളിലുള്ളവർ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഉറപ്പാണ്, ഷുവർ കട്ടായിട്ട് ഈ ഒരു ടേബിളിൽ നിന്ന് 2, 3, 4 ഘട്ടങ്ങളിൽ 100% ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നു. ഈ ഒരു ടേബിളിൽ നിന്ന് ഉറപ്പായിട്ടും 2, 3, 4 ഘട്ടങ്ങളിൽ ചോദ്യം ഉണ്ടാവും. ടേബിൾ കൃത്യമായിട്ട് പഠിച്ചോളാം. ടേബിൾ കിടക്കുന്നത് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ SCRT ചാപ്റ്ററിലാണ് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യമായിരുന്നു, 1817 ഗൗരി പാർവതി ബായ് പുറപ്പെടുവിച്ച വിളംബരത്തിന് ശ്രദ്ധേയമായ പരിഷ്കാരം ഏതായിരുന്നു? 1817 ഗൗരി പാർവതി ബായ് പുറപ്പെടുവിച്ച വിളംബരത്തിന് ശ്രദ്ധേയമായ പരിഷ്കാരം ഏതായിരുന്നു? ഇത് എവിടെയാണ്? എന്താണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന SCRT 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ കിടക്കുന്നുണ്ട്. നോക്കിക്കേ. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജ്യം വിദ്യാഭ്യാസം ഇടപെടുകയും സ്കൂളുകൾ കോളേജുകൾ സ്ഥാപിക്കുകയും ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഫായി ആണെന്ന് കൃത്യമായിട്ട് SCRT ചാപ്റ്ററിൽ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിൽ SCRT ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1817 ഗൗരി പാർവതി ഫായി പുറപ്പെടുവിച്ച വിളംബരത്തിൽ ശ്രദ്ധേയമായ പരിഷ്കാരം ഏതാ? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി എന്നുള്ളത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് SCRT ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ, വീണ്ടും ഈ ഒരു കേരളം ആധുനികതയിലേക്ക് എന്ന് 10ാം ക്ലാസ് ചാപ്റ്ററിൽ വീണ്ടും ചോദ്യം വന്നിരിക്കുന്നു. അടുത്ത് വീണ്ടും കേരളം ആധുനികതയിലേക്ക് എന്ന് 10ാം ക്ലാസ് ചാപ്റ്റർ വീണ്ടും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം ഇവിടെ കിടക്കുന്നു. നോക്കിക്കേ. കേരളത്തിൽ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ ബേപ്പൂർ മുതൽ തിരൂർ വരെ നീണ്ടു കിടക്കുന്ന റെയിൽ പാത 1861 എന്നാണ്. 1861. കണ്ടോ ചോദ്യം കണ്ടോ? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം 1861. എവിടെന്നാ ചോദിച്ചേക്കുന്നേ? കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന SCRTയിലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇനി സമയം എവിടെയുള്ളൂ, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഇനി SCRT പഠിച്ചിട്ട് പോകാൻ സമയമുണ്ടോ എന്ന് നിങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിക്കും അല്ലേ? നമ്മുടെ SCRTനെ മൊത്തം ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ 10th പ്രിലിംസിൻ്റെ മുഴുവൻ സിലബസിനെയും കവർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് 25 മോഡൽ എക്സാം 2024, 2023 10th പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരെ തിരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യപേപ്പറുകൾ വിത്ത് OMR ഷീറ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മറക്കല്ല കേട്ടോ. അപ്പോൾ കേരളത്തെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം 1861. അതും കേരളം ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞ SCRT സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, പയ്യന്നൂർ വെച്ച് കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? പയ്യന്നൂർ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? അതും കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കൊടുത്തേക്ക് നോക്കിയേ. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന് സ്വാതന്ത്ര്യശേഷം കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ചു. നോക്കിക്കേ, പയ്യന്നൂർ വെച്ച് കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇവിടെ കൊടുത്തേക്കുന്ന കണ്ടോ? ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യശേഷം കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കുന്ന പ്രമേയം അവതരിപ്പിച്ചു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലായിരുന്നു പയ്യന്നൂരിൽ കോൺഗ്രസ് സമ്മേളനം നടന്നത്. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളന അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിലാണ് ഈ ഒരു ചോദ്യം വരുന്നത്. ഇനി അടുത്ത ചോദ്യം വന്നേക്കുന്നത് 1809 കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത് ആര്? അതും കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് കുണ്ട്ര വിളംബരം എന്ന് പറയുന്ന കോൺസെപ്റ്റും വന്നിരിക്കുന്നത്. കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത് ആരാ? വേലുത്തമ്പി ദളവയാണല്ലേ. വേലുത്തമ്പി ദളവയാണ് കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെടുന്നതിനെതിരെ ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചു. 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ട്ര വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുക്കാൻ ആജ്ഞാപിച്ചു. അപ്പോൾ അതെന്താ നോക്കിയേ, 1809 എന്താ 1809
ജനുവരി 11 പുറത്തിറക്കിയ കുണ്ട്ര വിളംബരത്തിലാണ് വേലുത്തമ്പിതള ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധം എടുക്കാനായിട്ട് ആഹ്വാനം ചെയ്ത് കിടക്കുന്ന കണ്ടോ. ഇത് ഇവിടെ നിന്നാണ് PSC ചോദ്യം കണ്ടെത്തിയിട്ടുള്ളത്. എന്താ ചോദ്യം? 1809 കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത്? വേലുത്തമ്പിതളവയാണ് കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത്. കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന SCERT 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിലാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും PSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ചാപ്റ്റർ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്കും വരും ഘട്ടക്കാർ പോകാനായിട്ട്. അടുത്ത ചോദ്യം വീണ്ടും കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്ന് വീണ്ടും ചോദ്യം വന്നേക്കുവാണ്. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെ? കണ്ടോ, 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. കൃത്യമായിട്ട് SCERT കൊടുത്തേക്കുന്ന നോക്കിക്കേ നിങ്ങൾ. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണെന്ന്? ആലപ്പുഴ ജില്ലയിലാണ് കയർ ഫാക്ടറി. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി ആലപ്പുഴ ജില്ലയിൽ സ്ഥാപിച്ചു. ഈ ചോദ്യം PSC എടുത്തേക്കുന്നത് എവിടെ നിന്നാ? കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നേക്കുന്നത്. ഇതിനകത്ത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ SCERT ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ എടുത്തെടുത്ത് പറഞ്ഞാണ് കേരളം ആധുനികതയിലേക്ക് നവകേരള സൃഷ്ടിക്കായി ഈ പറയുന്ന ചാപ്റ്റേഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് PSCയുടെ ഇഷ്ടപ്പെട്ട ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്ന ഘട്ടങ്ങളിൽ 2, 3, 4 ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളെ നിങ്ങൾ തീർച്ചയായിട്ടും SCERTയുടെ ഈ ഒരു ചാപ്റ്റർ ഈ ചാപ്റ്റർ പഠിക്കാതെ പോകരുത്. ഒത്തിരി ഫാക്റ്റുകളും ഒത്തിരി ടോപ്പിക്കുകളും പോയിന്റുകളും ഒക്കെ വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളിതിന് പഠിക്കാനായിട്ട് നിങ്ങളിത് കഷ്ടപ്പെട്ടിട്ട് SCERT തപ്പിയെടുക്കണം എന്നൊക്കെ ഉള്ളവർക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിൽ നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, മറക്കണ്ട. അടുത്ത ചോദ്യം നോക്കാം. വീണ്ടും കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വീണ്ടും ചോദ്യം ചോദിച്ചേക്കും. നോക്കിക്കേ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളം നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. TK മാധവൻ്റെ നേതൃത്വത്തിലാണ് സമരത്തിനോട് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ്ണജാഥ സംഘടിപ്പിച്ചു. അപ്പോൾ TK മാധവൻ ആരുടെ നേതൃത്വത്തിലാണ്? TK മാധവൻ്റെ നേതൃത്വം. അപ്പോൾ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ് എന്ത് ചോദ്യം വന്നേക്കുന്നത്? വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ചോദ്യവും വീണ്ടും PSC ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കിയേ, വീണ്ടും കേരളം ആധുനികതയിലേക്ക് ഭാഗത്തുനിന്ന് വീണ്ടും ചോദ്യം ചോദിച്ചേക്കാണ്. കേരളം ആധുനികത എന്ന ചാപ്റ്റർ അരച്ച് കലക്കി ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങ് എടുത്തു വെച്ചേക്കുവാണല്ലേ. 1920 മഞ്ചേരി നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? 1920 മഞ്ചേരി നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതെന്ന് ചോദിച്ചേക്കുന്നത്. കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നേക്കുന്നത്. നോക്കിക്കേ, ഇവിടെ കൃത്യമായിട്ട് SCERTയിൽ ആ ചോദ്യം പറഞ്ഞേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. 1920 മഞ്ചേരി നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, കുടിയായ്മ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. എന്താ? ഭരണപരിഷ്കരണം, കുടിയായ്മ പ്രശ്നം, ഖിലാഫത്ത്. അവിടെ ഭരണപരിഷ്കാരം വരുന്നുണ്ട്, കുടിയായ്മ പ്രശ്നം വരുന്നുണ്ട്, ഖിലാഫത്തും ചർച്ച ചെയ്തു. മഞ്ചേരി നടന്ന 1920 മഞ്ചേരി നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ. പക്ഷെ എന്ത് ചർച്ച ചെയ്തില്ല? ജനസംഖ്യാനുപാത സംവരണം ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ജനസംഖ്യാനുപാത സംവരണമാണ്. കണ്ടോ, കൃത്യമായിട്ട് SCERT കൊടുത്തേക്ക് അതേപടി തന്നെ ഫോട്ടോ കോപ്പി ചെയ്തപ്പോൾ തന്നെ കൃത്യമായിട്ട് കൊടുത്തേക്കുക കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്. വീണ്ടും മക്കൾ ഇതേ വരുന്നു കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ. നോക്കിക്കേ, മലയാള ഭാഷയിൽ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയാണ്? അതും എവിടെയുണ്ട്? SCERT സോഷ്യൽ സയൻസിലെ 10ാം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലുണ്ട്. നോക്കിക്കേ, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയാണ്? എവിടെയാണ്? മലയാളത്തിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാദ്രിയാണ്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? അർണോസ് പാദ്രിയാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണെന്ന് കൊടുത്തു. മലയാളത്തിൽ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? അർണോസ് പാദ്രിയാണ്. കണ്ടോ, ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇതും കേരള ആധുനികതയിലേക്ക് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിലെ ചോദ്യമാണ്. ഇനി മറ്റൊന്നാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് പറയുന്നത്. ഇത് കേരളം മഴയും മനുഷ്യനും എന്ന് പറയുന്ന 6ാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നേക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ എന്ന് പറഞ്ഞ് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ലാറ്ററൈറ്റ് മണ്ണെന്നാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്,
കേരളക്കരയിൽ എന്ന് പറയുന്ന 5ാം ക്ലാസ്സിലെ SCERT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നാണ് ചോദ്യം വന്നേക്കുന്നത്. കേരളത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? എത്രയാ? 41. SCERT കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ പടിഞ്ഞാറോട്ട് നദികളുടെ എണ്ണം 41 എന്ന് SCERT കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ PSC ഗ്രൗണ്ടിൽ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ. കാരണം അതിന് സമയക്കുറവുള്ളത് മൂലം. ഇത് സോഷ്യൽ സയൻസിനെ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സയൻസിൻ്റെ മാത്സിൻ്റെ ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സോഴ്സുകൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നമ്മുടെ PSC ഗ്രൗണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ മാത്രം നോക്കിയപ്പോഴും ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കേരളത്തിൽ പടിഞ്ഞാറോട്ട് നദിയുടെ എണ്ണം 44 PSC ഗ്രൗണ്ട് കൊടുത്ത ക്വസ്റ്റ്യൻ ബാങ്ക്. ഇന്ത്യൻ നവോത്ഥാനത്തെ പിതാവ് രാജാറാം മോഹൻ റോയ്, ഇതും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. ആരാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്? ശ്രീനാരായണ ഗുരുവാണ്. കുളച്ചി യുദ്ധം, ആറ്റിങ്ങൽ കലാപവുമായി ചേരുംപിടി ചേർക്കാനുണ്ടായിരുന്നു, അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേലുത്തമ്പി ദളവയെക്കുറിച്ചുള്ളത് ക്വസ്റ്റ്യൻസ്, പിന്നെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ക്യാപ്റ്റൻ TK മാധവൻ, അങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് നമ്മുടെ PSC ഗ്രൗണ്ട് കൊടുത്തൊരു ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം. താങ്ക് യു സോ മച്ച്.